ഹലോ ഗൈസ്, നമുക്ക് നല്ല വെജിറ്റേറിയൻ മസാല ദോശ ഉണ്ടാക്കിയാലോ? അതിലേക്ക് വേണ്ടത് നമുക്കൊരു കാരഞ്ച്, ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ ഒരു 100 ഗ്രാം പച്ചപ്പട്ടാണി, ഒരു അര സ്പൂണ് മുളക് പൊടി, ഒരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് അത് നല്ലൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടപ്പെടുത്തിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളൊക്കെ അതിനെ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഗ്യാസിലിട്ട് വെക്കുക. ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് 2 ക്യാരറ്റ്, ഒരു 4 മറ്റേ ബീൻസും അതിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ശേഷം ഒരു പ്ലേറ്റാണ് വെക്കുക. എന്നിട്ട് നമുക്കൊരു 3 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക. വയ്ക്കുക ഒരു 3 വിസിൽ വരുന്ന വരെ. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും, ഒരു 1/4 സ്പൂൺ കടുകും, ഒരു കൊത്ത് മറ്റേ കറിവേപ്പിലയും എഴുതി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വെല്ലുള്ളി ഉണ്ടല്ലോ പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ചേച്ചിട്ട് നല്ല പോലെ വഴറ്റി അങ്ങോട്ട് എടുക്കുക. നല്ല നടന്നോട്ടെ അത്. അതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ആ പച്ചപ്പട്ടാണിയും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും പാകത്തിന് 1/2 സ്പൂണ് ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ആ പച്ചപ്പട്ടാണിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയാണ് കൊടുക്കുക. എന്നിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടേ അവിടെ ദോശമാവ് ഇങ്ങോട്ട് പരത്തി നല്ലപോലെ നെയ് റോസ്റ്റ് മാതിരി പരത്തുക. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് അങ്ങോട്ട് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് പരത്തിയിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് അങ്ങോട്ട് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കഴിച്ച് വയ്ക്കണ്ടല്ലോ. എൻ്റെ വീട് കാച്ചി സാധനം കേട്ടോ.